വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ്, എല്ലാവർക്കും സുഖമാണോ? എങ്ങനെയുണ്ട്? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിവ്യൂ വീഡിയോ ആണ്. തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ഇതൊരു റിവ്യൂ വീഡിയോ ആയിരിക്കും എന്ന്. ഇതൊരു പ്രൊമോഷനോ ആഡോ ഒന്നും അല്ല കേട്ടോ. എൻ്റെ ഫാമിലിയിൽ എനിക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കാണാം, അല്ലെങ്കിൽ സ്കിപ്പ് അടിച്ച് പോവാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പം എൻ്റെ വീഡിയോ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന്. പുറത്തിറങ്ങാൻ കൂടെ പറ്റത്തില്ല. അതുപോലെ തന്നെ പഴയ കൊറോണ അല്ല, ഇപ്പോൾ ജനിതക മാറ്റം സംഭവിച്ച നല്ലൊരു പണിയായിട്ടാണ് കൊറോണ വന്നിരിക്കുന്നത്. നമുക്ക് വായു കൂടെ വേണമെങ്കിലും ഇത് സ്പ്രെഡ് ചെയ്യും എന്നുള്ളൊരു സിറ്റുവേഷനാണ്. ഡബിൾ മാസ്ക് ധരിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. പുറത്തോട്ട് ഇറങ്ങാതിരിക്കാൻ നോക്കുക മാക്സിമം എല്ലാവരും. അതുപോലെ തന്നെ ഈ ആരോഗ്യ സംഘടനകളും WHO എല്ലാം പറയുന്നത് നമ്മൾ പ്രതിരോധ ശക്തി വർദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുക എന്നുള്ളതാണ്. ഈ സമയത്ത് നമുക്കത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, വേറെ ഒന്നും പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ട് ഇവർ തന്നെ പറയുന്നത് ഫ്രൂട്ട്സ് കഴിക്കണം എന്നതാണ്. ധാരാളം ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പം ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ വെറുതെ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് കാര്യമില്ല. ആരോഗ്യപ്രദമായിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കണം. അതായത് ആൻറ്റി ഓക്സിഡൻസ് നിറച്ചുള്ള ഫ്രൂട്ട്സ് കഴിക്കണം. അതുപോലെ തന്നെ ഈ വിഷം അടിച്ചിട്ടില്ലാത്ത ഫ്രൂട്ട്സ് കഴിക്കണം. അത് നമ്മൾക്ക് എന്തായാലും കഴിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ കിട്ടുന്നതെല്ലാം വിഷം അടിച്ചുള്ള ഫ്രൂട്ട്സാണ്. ഒന്നുമില്ല നാച്ചുറലായിട്ട്, അല്ലെങ്കിൽ നമ്മൾ കൃഷി ചെയ്യണം, അല്ലാതെ ഒന്നും കിട്ടത്തില്ല. അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ ഫ്രൂട്ട്സ് തന്നെയാണ് കഴിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ വിഷം അടിച്ചത് കഴിക്കാനും പറ്റത്തില്ല. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് കൂടുതലുള്ള ഫ്രൂട്ട്സിന് നല്ല വിലയാണ്, നല്ല റേറ്റ്, അത്യാവശ്യം നല്ല റേറ്റുള്ള ഫ്രൂട്ട്സൊക്കെയാണ്. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അഫോർഡബിളും അല്ല, അതുപോലെ തന്നെ വാങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല. നമുക്ക് നമ്മുടെ കയ്യിലുള്ള കാശ് വെച്ചല്ലേ നമുക്കെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്കത് അഫോർഡബിൾ ആയിരിക്കത്തില്ല, ചിലപ്പോൾ വാങ്ങാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രോഡക്റ്റാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റിൻ്റെ പേര് ഐപൾസ് എന്നാണ്. ഈ ഐപൾസിൽ ആദ്യം ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്, അതായത് മെയിൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് അസൈബറിയാണ്. ഇതിൻ്റെ അകത്ത് മൊത്തം 15 ഫ്രൂട്ട്സ് ഉണ്ട്, അസൈബറി ഉൾപ്പെടെ 15 ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ അതിൽ അസൈബറി എന്ന് പറയുന്നത് ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ്. അവരവിടെ പോയി കളക്ട് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണിത്. അപ്പോൾ ആ ഫ്രൂട്ടിലാണ്, അത് വേൾഡ്സ് നമ്പർ 1 ഫ്രൂട്ടാണ്. അതായത് ആൻറ്റി ഓക്സിഡൻസ് കൂടുതലുള്ള വേൾഡ്സ് നമ്പർ 1 ഫ്രൂട്ടാണ് അസൈബറി. ഇതാണ് അസൈബറി. ലൈക്ക് നമ്മുടെ ഗ്രേപ്സ് ഉണ്ടല്ലോ, അതുപോലെ ഇരിക്കും. അതാണ് അസൈബറി എന്ന് പറയുന്നത്. ഇതാണ് സംഭവം. അപ്പം ഇതിലാണ് ആൻറ്റി ഓക്സിഡൻസ് കൂടുതലുള്ളത്. നമ്മുടെ ഈ ബഹിരാകാശത്തൊക്കെ പോകില്ലേ, സ്പേസിലൊക്കെ പോകുന്ന ആൾക്കാർ, അവർക്ക് റേഡിയേഷൻസ് ഒരുപാട് പ്രശ്നം വരുന്ന ഒരു സംഭവമാണ്, സ്കിന്നിലൊക്കെ അടിക്കുന്നതും. അപ്പം അവർക്ക് കൊടുത്തു വിടുന്നത് അസൈബറിയുടെ ഒരു ജ്യൂസാണ്. നാസ ആൾക്കാർ കൊടുത്തു വിടുന്ന ആ ജ്യൂസാണ്. അത് അവർക്ക് തന്നെ നല്ല റേറ്റാണ്, ആലോചിച്ച് നോക്കണം. അവർ കുടിക്കുന്ന ആ ജ്യൂസാണ്, ആ ഒരു ഫ്രൂട്ടാണ് ഇതിനകത്തുള്ള അസൈബറി എന്ന് പറയുന്നത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ്. അതുപോലെ തന്നെ നമുക്ക് കൊളസ്ട്രോൾ ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റും, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ഹാർട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറ്റും. അതുപോലെ തന്നെ ഇത് നമ്മുടെ ക്യാൻസർ സെൽസ് പോലും ഇത് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യത്തില്ല എന്നാണ് പറയുന്നത്. നമുക്ക് ക്യാൻസർ പോലും വരാൻ സാധ്യതയില്ല. ക്യാൻസർ സെൽസ് ഉണ്ടെങ്കിൽ അതിനെ അത് നശിപ്പിച്ച് കളയും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയ്ക്കും നല്ലൊരു സംഭവമാണ് കേട്ടോ. പൊതുവേ ഇത് ശരിക്കും പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കൂട്ടും. അതുപോലെ തന്നെ നമുക്ക് എല്ലാ വിറ്റാമിൻസും നമുക്ക് കിട്ടണം എന്നില്ല, നമ്മൾ കഴിക്കുന്നതനുസരിച്ചിരിക്കും. എനിക്ക് തന്നെ എൻ്റെ മുടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്ത്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ഇവിടെ വലിയൊരു പഫും കെട്ടിക്കൊണ്ടാണ് പോകുന്നത്. അതിന് എനിക്ക് നിക്നെയിംസ് വരെ ഉണ്ടായിരുന്നു. കാരണം എനിക്കിതൊന്നും ശരിക്കും വയ്ക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് മുടി സാധാരണ പെരുത്തിടാനാണ് ഇഷ്ടം. ഞാൻ ഇടാത്ത കാര്യം എന്ന് പറയുന്നത്, എനിക്ക് കുഞ്ഞിലേ തൊട്ടേ നര ഉണ്ടായിരുന്നു, നിറയെ നരയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തല മുടി നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കും നരയായിരുന്നു. എനിക്ക് അതിൻ്റെ ആ ഒരു എല്ലാവരും കാണുമ്പോൾ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ആ മൈൻഡ് കൊണ്ടിട്ടാണ് ഞാൻ പഫൊക്കെ കെട്ടിയിട്ട് ഇത്രയ്ക്ക് കാണും ബണ്ട് പോലെ കെട്ടിയിട്ട് സ്കൂളിൽ പോകുന്നത്. അപ്പം അന്ന് എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു, അയ്യോ നര ഇത് ഞാൻ ആവശ്യമില്ലാത്ത എണ്ണകളും അതൊക്കെ വാരി തേച്ചു നോക്കി, ഒന്നും എനിക്ക് സ്യൂട്ടബിൾ ആവുന്നില്ല, നര പോകുന്നില്ല. അത് കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് അതിനെ തടി കിട്ടാത്തതിൻ്റെ കുറവാണ്. വെജിറ്റബിൾസ് കഴിക്കത്തില്ല ഞാൻ, അതിൻ്റെ പ്രശ്നമാണ്. വിറ്റാമിൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ എനിക്ക് ഇത് വന്നിട്ട്
അച്ഛൻ വാങ്ങിത്തന്നു. ഇത് സംഭവം നിങ്ങൾക്ക് മാർക്കറ്റിലൊന്നും അവൈലബിൾ അല്ല, ഇത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴി മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഞാൻ അത് എത്തിച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ അങ്ങനെ ഇത് വാങ്ങിത്തന്നു. ഇത് വാങ്ങിയിട്ട് എനിക്ക് അയ്യോ ഇത്രയും മരുന്ന് കുടിച്ചു, ആയുർവേദം നോക്കി, അലോപ്പതി നോക്കി, എന്നിട്ട് നടന്നില്ല, എന്നും ഇത് വെച്ച് എന്ത് ചെയ്യാനാണ് എന്ന ഒരു മനസ്സോടെയാണ് ഞാൻ ഇത് ട്രൈ ചെയ്തത്. പക്ഷേ ഉണ്ടെങ്കിൽ 3 മാസം കഴിഞ്ഞപ്പോൾ, ഇത് 3 മാസം ഞാൻ ട്രൈ ചെയ്തപ്പോഴത്തേക്കും എൻ്റെ നരയൊക്കെ വാനിഷ് ആവാൻ തുടങ്ങി. എൻ്റെ മുടി എനിക്ക് പഴയ ആ ഒരു മുടി തിരിച്ചു കിട്ടിയ ഒരു ഇതായിരുന്നു. എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നര 1-2 ഉള്ളൂ കേട്ടോ, 1-2 മാത്രം, ബാക്കിയൊന്നുമില്ല. ഞാനിങ്ങനെ ഇപ്പം എങ്ങനെ വേണമെങ്കിലും എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ അറിയാം, ഞാനിപ്പോൾ പിരുത്തിട്ടുണ്ടാണ് നടക്കുന്നത്. എനിക്ക് ആകെപ്പാടെ ഇവിടെ 1-2 കാണും, അത്ര തന്നെ കാണുന്നത്. പണ്ട് ഞാൻ ഹെന്നയൊക്കെ അടിച്ച് നടക്കുമായിരുന്നു ഈ ഒരു പ്രശ്നം കാരണം. അതുപോലെ തന്നെ എൻ്റെ അച്ഛന് വെരിക്കോസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാലിലൊക്കെ നല്ല വേദനയും എല്ലാമാണ്. അപ്പം അച്ഛനും ഇത് ട്രൈ ചെയ്തു. അച്ഛനും 3 മാസം കഴിഞ്ഞപ്പം കറക്റ്റ് വെരിക്കോസ് പോയി. 4 മാസം കഴിഞ്ഞപ്പോൾ വെരിക്കോസ് കംപ്ലീറ്റ് ആയിട്ട് അച്ഛനില്ലാതായി. അതുപോലെ തന്നെ ഈ വീട്ടിലെല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് അസുഖം വരും. എന്ന് വെച്ചാൽ ഇമ്മ്യൂണിറ്റി പവർ ഒട്ടും ഇല്ലാത്ത ആൾക്കാരായിരുന്നു. എന്നും എല്ലാ മാസവും ആശുപത്രിയിൽ പോയി പഠിച്ച് കിടക്കലായിരുന്നു പതിവ്. ഇത് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ പനി വരുന്നതും ഈ ചുമ വരുന്നതും അങ്ങനത്തെ ഡിസീസസ് വരുന്നതൊക്കെ കുറഞ്ഞു. ഇപ്പം ആശുപത്രി കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഇതായിട്ട് മൈന്യൂട്ടായിട്ട് വന്നാൽ മാത്രമേ ഉള്ളൂ. അത് എന്താ സ്വാഭാവികമായിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു ഇമ്മ്യൂണിറ്റി പ്രശ്നങ്ങളും ഇല്ല. അതുപോലെ തന്നെ ഈ പീരീഡ്സ് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പെൺകുട്ടികളുണ്ട്, അവർക്കും ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുവാണ്. കാരണം പെയിൻസും കാര്യങ്ങളും റെഗുലർ ആയിരിക്കത്തില്ല, ചിലവർക്ക് ഇറഗുലർ ആയിരിക്കും. അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ ഇതൊരു ബെസ്റ്റ് സാധനമാണ് കേട്ടോ. PCOD പ്രശ്നങ്ങൾ നിലനിർത്താനും അതുപോലെ തന്നെ നമ്മളെ മെമ്മറി പവർ കൂട്ടാനും മൊത്തത്തിൽ സർക്കുലേറ്ററി സിസ്റ്റം ഫുൾ ക്ലിയർ ചെയ്യും. ബ്ലഡ് ഫാറ്റ് ഉള്ളവർക്ക് കഴിക്കാം. എല്ലാ 26 ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്നാണ് ഇതിനെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു ഇമ്പ്യൂരിറ്റീസും ഇല്ല, പ്രിസർവേറ്റീവ്സ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. കാരണം ഇത് ഒരു ജ്യൂസാണ്, ജ്യൂസിൻ്റെ ഫോർമുലയിലാണ് വരുന്നത്. അതുപോലെ തന്നെ ജ്യൂസിൻ്റെ ഫോർമുലയിൽ വരുന്നുണ്ടെങ്കിലും ഇത് നമുക്ക് മരുന്നിൻ്റെ കാര്യം എടുത്താൽ തന്നെ അറിയാം. നമ്മൾ എന്തെങ്കിലും മരുന്ന് വാങ്ങിച്ചു, ഒരു ടോണിക്ക് വാങ്ങിച്ചെന്ന് വിചാരിച്ചോ, അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് വയ്ക്കുകയല്ലേ ചെയ്യുന്നത്. നമുക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ അടച്ച് പുറത്ത് വെക്കുക, അതിനെന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുക, എത്ര വർഷം വേണമെങ്കിലും അതിരിക്കത്തില്ലേ. പക്ഷേ ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ മാത്രമേ വയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഫ്രിഡ്ജിൽ വെച്ചാലേ ഇത് നിലനിൽക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ ഇത് പൊളിച്ചു പോകും. കാരണം ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഇല്ല. പ്രിസർവേറ്റീവ്സ് ഉണ്ടെങ്കിൽ ഇത് നിലനിൽക്കും. ഇത് ഒരിക്കലും അതിനകത്ത് ആ ഒരു സാധനം ഇല്ല. അതുകൊണ്ട് ഇത് ഫ്രിഡ്ജിനകത്തേ പൊട്ടിച്ചാൽ വെക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു ഇതാണ്. ഇതിന് രാവിലെ നമ്മൾ ആഹാരത്തിന് മുന്നേ 30 മില്ലിയും രാത്രി ആഹാരത്തിന് മുന്നേ 30 മില്ലിയും കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ 3.5 കിലോ ഫ്രൂട്ട്സ് കഴിച്ചതിന് തുല്യം എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ 3.5 കിലോ ഫ്രൂട്ട്സ് കഴിക്കണം എന്നാണ് പറയുന്നത്. നമുക്ക് ആർക്കെങ്കിലും പറ്റുമോ 3.5 കിലോ കഴിക്കാൻ? 1 കിലോ പോലും ആർക്കും കഴിക്കാൻ പറ്റത്തില്ല. അപ്പം അത്രയും ബെനിഫിറ്റ്സ് തരുന്ന ഒരു ഡ്രിങ്കാണിത്. ശരിക്കും പറഞ്ഞാൽ ഈ കൊറോണ ടൈമിൽ നിങ്ങളെല്ലാവരും യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഒരു വീഡിയോ പോലെ കാണിച്ചു തരാം. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം കൊറോണ വന്ന ടൈമിൽ വയ്യാതെ കൊറോണ വാർഡിൽ കിടക്കുന്ന ഒരു ആൻറ്റിക്ക് ഈ നമ്മുടെ ഐപൾസ് കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. അതും ആൻറ്റി പറഞ്ഞിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ വീഡിയോ കൂടെ ഞാൻ കാണിച്ചു തരാം.
അതുപോലെ തന്നെ 3.5 കിലോ ഫ്രൂട്ട്സ് ഒരു ദിവസം കഴിച്ചിട്ടുണ്ടെങ്കിൽ 5000 ഒറാക്ക് യൂണിറ്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൽ 60 ml ഐപ്പൾസ് നിങ്ങൾ രാവിലെ രാത്രി, അതായത് 30 ml രാവിലെ രാത്രി വെച്ച് 60 ml ഒരു ദിവസം ഐപ്പൾസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ 7000 ഒറാക്ക് യൂണിറ്റ്സ് നമ്മുടെ ശരീരത്തിൽ കിട്ടും എന്നാണ് പറയുന്നത്. അസൈബറിയുടെ ഒറാക്ക് വാല്യൂ എന്ന് പറയുന്നത് 1,02,700 അപ്പം അത്രയും ഒറാക്ക് യൂണിറ്റ് ഉള്ള ഒരു വേൾഡ്സ് നമ്പർ 1 ഫ്രൂട്ടാണ് ഇത്. അപ്പം അത് കലർന്നിട്ടുള്ള ഒരു ഫ്രൂട്ട് ജ്യൂസിനെ പറ്റി നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ അകത്ത് 15 ഫ്രൂട്ട്സ് ആണുള്ളത്, അതിൻ്റെ അസൈബറിയും കൂടെ കൂട്ടി. അപ്പം അത്രയും ഫ്രൂട്ട്സിൻ്റെ കണ്ടൻറ്റാണ് നമുക്ക് കിട്ടുന്നത്. ഈ കൊറോണ ടൈമിൽ എല്ലാവരും അത്യാവശ്യമായിട്ട് കഴിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ എത്രയോ പൈസ നിങ്ങൾ പുറത്ത് ഈ ഓരോ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും ഡെയിലി ആശുപത്രി കയറി ഇറങ്ങാനും നിങ്ങൾ കളയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫ്രൂട്ട് ജ്യൂസ് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു നഷ്ടവും സംഭവിക്കാൻ പോണില്ല. ആശുപത്രി കൊടുക്കുന്നതിൻ്റെ പകുതി പോലും ആവത്തില്ല ഇത് നമ്മൾ കുടിച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇത് നല്ല വില ഉണ്ടെന്നാണ് ഞാൻ പറയാം. ഒരു 3000 രൂപയാണ്, 3500 രൂപ, 600 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. കാരണം ഇതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റൊക്കെ അത്ര റേറ്റ്ഫുള്ളായിട്ടുള്ള കണ്ടൻറ്റാണ്. ഈ അസൈബറിയൊക്കെ നമ്മൾ ഒരു ചെറിയ ബോക്സ് നമ്മൾ ഈ മാൾ ഓഫ് ട്രാവൻകൂറിൽ വാങ്ങാൻ തന്നെ 1000 സംതിങ് രൂപയാവും. അത്രയും ഇതുള്ള ഒരു ഫ്രൂട്ടാണ് നമ്മൾ ഈ ഒരു ഐപ്പൾസിനകത്തുള്ളത്. അപ്പോൾ അത്രയും റേറ്റ്ഫുള്ളാണ്. പ്രൈസ് നിങ്ങൾ നോക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിങ്ങൾ പ്രൈസ് നോക്കാതെ ഈ ഒരു ഡ്രിങ്ക് വാങ്ങി കുടിച്ചിട്ട് നിങ്ങൾ ആരോഗ്യ നില വർദ്ധിപ്പിക്കുക. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പുറത്തോട്ടിറങ്ങാൻ ഒരു ടെൻഷനും ഇല്ല. നമ്മൾ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് കുടിക്കുന്നത്. രാവിലെ കുടിച്ചിട്ട് ഇറങ്ങും, രാത്രി ഇത് കിടക്കാൻ നേരത്ത് കുടിക്കും. ഒരു ടെൻഷനും ഉണ്ടായിട്ടില്ല. കൊറോണ പോലും ഇത് മാറ്റിയെടുക്കും. നിങ്ങൾക്ക് കാണുന്നോ, ഇത് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്ത ഒരു സാധനമാണ്. നിങ്ങൾ ഡോക്ടേഴ്സ് തന്നെ ഇതിനെപ്പറ്റി പറയുന്നത് എന്തെന്ന് നമുക്ക് കാണാം. Hi, I'm Dr. Chandra Radish from Trivandrum. Today I would like to share a beautiful experience that changed my life. Exactly 1 year back, I had a severe joint pain and I was bedridden. I was unable to walk and I was on treatment. My husband himself is an ortho doctor. They all decided for a surgery. At that time, my friend and my cousin, she brought me a juice called Ipulse and she asked me, just try this. At first I didn't believe it that it's going to create any wonders for me, but I just followed the instruction and started taking 30 ml in the morning and night. Slowly I saw the changes. I found the pain was reducing and slowly the swelling was reducing. Within 1 month I was able to walk freely. I could bend my knees exactly at 90-degree angle and this showed a real wonder. So I just couldn't believe that this small juice could bring me to such a change in my body. So this is nothing but Ipulse juice, which is 15 fruits extract. One of the fruit being acai berry, which has been imported from Amazon forest, and this fruit has very rich in antioxidant and is an immune booster. So we all know in our daily physiology of a cell, the cells will be damaged and oxidation takes place, and this has to be corrected by an antioxidant. This juice is rich in antioxidants, especially the acai berry has an ORAC value of 7,000. And normally we human beings need just 5,000 of ORAC antioxidants to correct the oxidation and the stress that is in our body. But to do this, we have to take nearly 3.5 kgs of fresh, organic, cultivated food. Is this possible? I don't think. So the solution to this is just sip in 30 ml of Ipulse in the morning and in the evening, and you can see the wonderful results you have. This juice is such a beautiful juice that it's an immune booster. To be frank, I'm in an area where coronavirus was really in the containment zone, where I've been exposed to most of the patients. കണ്ടല്ലോ ഡോക്ടേഴ്സ് വരെ പറയുന്നത് എന്താണ്,
ഇതിപ്പോൾ ഒരു ഡോക്ടറിൻ്റെ കാര്യം ഞാൻ കാണിച്ചോളൂ. നിങ്ങൾക്ക് മോർ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ, ഐപ്പൾസിനെ കുറിച്ച് ഡോക്ടേഴ്സ് പറയുന്നത് എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ അമ്മ, മീൻസ് എൻ്റെ അമ്മൂമ്മയായിട്ട് വരും, ചേച്ചിയല്ല ശരിക്കും കുഞ്ഞമ്മയാണ്. അപ്പം നമുക്ക് ചേച്ചി ആ ഒരു റേഞ്ചിൽ വിളിക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ചേച്ചിയുടെ അമ്മ എന്ന് പറയുന്നത് ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അപ്പം അമ്മൂമ്മയ്ക്ക് വന്നിട്ട് കീമോ ചെയ്ത് മുടിയൊക്കെ പോയി മൊട്ടയായി, ആകെ ദയനീയ സിറ്റുവേഷനായിരുന്നു. കാണുമ്പം നല്ലൊരു ആവശ്യത്തിനെല്ലാം നല്ലൊരു ആരോഗ്യമായിട്ടുള്ള ഒരു സ്ത്രീ കീമോ ചെയ്തിട്ട് ആകെ കോല് പോലായി. നമുക്ക് വിഷമം തോന്നും കണ്ടു കഴിഞ്ഞാൽ, അത്രയ്ക്കുള്ളൊരു സ്ഥിതിയിലാണ് പോയത്. അപ്പോൾ ആ അമ്മയ്ക്ക് നമ്മൾ ഇത് കൊണ്ട് കൊടുത്തിട്ട് കീമോ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ചോദിച്ചു, ഡൗട്ട് വന്നിട്ട് അമ്മൂമ്മ പോയി ചോദിച്ചു ഇതെന്തുവാ, ഇത് കഴിക്കാവോ, ഇങ്ങനെയാണ്. അപ്പം ഇത്രയും ഫ്രൂട്ട്സ് കണ്ടൻറ്റ് ഉള്ള ഒരു സാധനം വെച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, ഇത് ധൈര്യമായിട്ട് കഴിച്ചോ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഈ അമ്മ ഇത് കഴിക്കുകയും എത്ര മാസമാണെന്ന് എനിക്കറിയാൻ വയ്യ, 2-3 ബോട്ടിൽ കഴിച്ചു എന്ന് തോന്നുന്നു. അത് കൊണ്ടിട്ട് ഈ അമ്മയ്ക്ക് നന്നായിട്ട് റിക്കവറായി വരുന്നു, മുടി വരികയും അതുപോലെ തന്നെ ആരോഗ്യസ്ഥിതി പഴയ പോലെ മെച്ചപ്പെടുത്തുകയും എല്ലാം ചെയ്തു. കറക്റ്റ് ഇപ്പം നമ്മുടെക്കാൾ ലുക്കായിട്ടിരിപ്പുണ്ട് ആൻറ്റി. ഇപ്പം ക്യാൻസർ എന്ന് പറയുന്നത് എല്ലാം പോയി, ഇപ്പം ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, ഹാപ്പി ആയിട്ടിരിപ്പുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ഫാമിലീസിൽ തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ടായി പൾസ് കഴിച്ചതിലൂടെ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്, ഈ ഒരു കൊറോണ സിറ്റുവേഷനിൽ തന്നെ ഇത് നിങ്ങൾക്ക് കഴിക്കാം. ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടായിരുന്നു. ഇനി കൊറോണ പോസിറ്റീവ് വന്നിട്ട് നെഗറ്റീവ് ആയതും കൂടെ ഞാൻ കാണിച്ചു തരാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അശ്വതി ശരൺ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല സ്വദേശിയാണ്. ഞാനിന്നിവിടെ ഈ വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് എല്ലാവരോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. എൻ്റെ വീടിൻ്റെ പരിസരത്തും മറ്റും COVID-19 പോസിറ്റീവ് കേസ് ഉണ്ടാവുകയും അതിൽ പ്രൈമറി കോണ്ടാക്റ്റിൽ ഞാൻ ഉൾപ്പെടുകയും എനിക്കും COVID-19 പോസിറ്റീവ് ആകുകയും ചെയ്തു. ഈ സമയത്തും എനിക്ക് യാതൊരുവിധ ടെൻഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ചേർത്തല സ്വദേശി കൂടിയായ അയന പ്രകാശ് എനിക്ക് ഇമ്മ്യൂൺ ബൂസ്റ്ററായിട്ടുള്ളൊരു ഐപ്പൾസ് എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് എന്നെ പരിചയപ്പെടുത്തുകയും എന്നെക്കൊണ്ട് നിർബന്ധിപ്പിച്ച് വാങ്ങിപ്പിക്കുകയും ഉപയോഗിക്കാൻ പറയുകയും ചെയ്തു. ഒരു 7 ഡേയ്സിന് ശേഷം എൻ്റെ റിസൾട്ട് നെഗറ്റീവ് ആവുകയും അതിൻ്റെ റിസൾട്ട് നെഗറ്റീവ് ആവുകയും ചെയ്തു. ഇതൊരു നമ്പർ 1 ഇമ്മ്യൂൺ ബൂസ്റ്ററാണ്. ഈ പ്രോഡക്റ്റ് എന്നെ പരിചയപ്പെടുത്തിയ എൻ്റെ ഫ്രണ്ട് അയന പ്രകാശിനും ഇൻഡസ് വിവയ്ക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്ക് എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാനുള്ളത്, ഈ പ്രോഡക്റ്റ് എവിടെ കിട്ടിയാലും എല്ലാവരും വാങ്ങി ഉപയോഗിക്കണം. ഇതിൻ്റെ ഒരു റിക്വസ്റ്റാണ്. താങ്ക് യു. കണ്ടല്ലോ ആൻറ്റി എന്ത് സന്തോഷമായിട്ടാണ് പറയുന്നതെന്ന്. അപ്പം അത്രയ്ക്കും റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ലോഗോ എന്ന് പറയുന്നത് തന്നെ ഡ്രിങ്ക് ഇറ്റ്, ഫീൽ ഇറ്റ്, ഷെയർ ഇറ്റ് എന്നാണ്. അതുകൊണ്ട് നമ്മൾ കുടിക്കുക, നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പൊതുവെ ഇതിനകത്ത് ഒരുപാട് റിസൾട്ട് ഉണ്ട് കേട്ടോ, ലൈവ് റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതിൻ്റെ മോർ വീഡിയോസും ഫോട്ടോസും എല്ലാം യൂട്യൂബിൽ കാണാം. നിങ്ങൾക്ക് ഐപ്പൾസ് റിസൾട്ട് എന്ന് പറഞ്ഞ് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി ഫോട്ടോസ് കാണാം. ഇപ്പോൾ 1-2 എണ്ണം ലാഗ് ആക്കാതിരിക്കാൻ വേണ്ടി ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ആരോഗ്യം നിലനിർത്താനായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളെല്ലാവരും വാങ്ങുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വാങ്ങാൻ താല്പര്യമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കൊടുത്തേക്കാം. അതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഈ പ്രോഡക്റ്റ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും വാങ്ങാനും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. പ്രൈസ് ഞാൻ ആദ്യമേ പറഞ്ഞേക്കാണ്. ഇപ്പം നിങ്ങളാരും എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ട് പ്രൈസ് അറിയുമ്പം തിരിച്ചു പോവേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞേക്കുവാണ്, 3600 രൂപയാണ് ഇതിൻ്റെ ഒരു വില എന്ന് പറയുന്നത്. ഇത് കടയിലൊന്നും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴി മാത്രമേ കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് എന്നോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടും. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വേണമെന്നുണ്ടെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് മീ. അതുപോലെ തന്നെ എല്ലാവരും നന്നായിട്ടിരിക്കുക. ഞാൻ എന്നും പറയാറുള്ള പോലെ എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ഹാൻഡ് വാഷ് ഇട്ട് നന്നായിട്ട് കൈ കഴുകുക, സാനിറ്റൈസർ കൊണ്ടുപോവുക, എപ്പോഴും ഒരു കുഞ്ഞ് സാനിറ്റൈസർ പോക്കറ്റിൽ വെക്കുക. വന്നിട്ട് കുളിക്കുന്നത് നന്നായിരിക്കും. പുറത്തു പോയിട്ട് ഇത്രയും ബാക്കിയുള്ളവർക്ക് കൂടെ രോഗം എന്തിനാണ് വരുത്തി വെക്കുന്നത്? അതുകൊണ്ട് നമ്മൾ മാക്സിമം നല്ല ഹെൽത്തി ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കാൻ നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.
അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ.